എങ്ങനെയെങ്കിലും തരാം. എടി പാത്തോ, എനിക്ക് നിങ്ങള് ഇവിടുന്ന് ഒഴിച്ചിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. എന്റെ മാപ്പിള എന്നോട് പറഞ്ഞത് വേഗം ആ വാടക വാങ്ങിക്കൊണ്ടേന്ന എന്റെ ഒരു ഇതുകൊണ്ട് കാക്ക തന്നത്. ഇപ്പൊ കാക്ക എന്നെപ്പ ചീത്ത അറിയാണ്. എന്തിനാ അങ്ങനത്തെ ആൾക്കാർക്ക് പെര കൊടുത്തു എന്ന് ചോദിച്ചങ്ങാണ്ട്. ഞാൻ എന്താ പറയാന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നോട് ഇങ്ങനൊക്കെ വന്ന് പറഞ്ഞത്. ഈ മാസം എങ്ങനെയെങ്കിലും തരാൻ നോക്കാം. ഇതെന്തായാലും വാടക വേഗം തായോ, എന്നാലേ ഇപ്പൊ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ആയിക്കോട്ടെ താത്ത. എന്നാ ഞാനേ ഈ മാസം ലാസ്റ്റ് വരെ വാടക വാങ്ങാന്. ഇരിക്കണില്ലേ? ഇല്ലടി, ഞാൻ പോട്ടെ. എന്താ കാട്ടിന്റെ കുട്ടി പട്ടിണിയാവോ റബ്ബേ, ആലോചിച്ചിട്ട് ഒരു എത്തും പോലും ഇല്ല. ഉമ്മ, നമ്മളെന്താ കാട്ടുക? അറിയില്ല മോളെ, എന്തെങ്കിലൊക്കെ ഒരു വഴി ഉണ്ടാവും. നമ്മളെ അമ്മോനോടൊന്ന് ചോദിച്ചു നോക്കിക്കൂടെ? അത് വേണ്ടടി, നമ്മൾ ഇതുവരെ ഓലോടൊന്നും ചോദിച്ചു ചെന്നിട്ടുമില്ല. അതേപോലെ ഇപ്പൊ മരിച്ചതിന്റെ ശേഷം പിന്നെ ഒന്നും ഇങ്ങോട്ട് വന്നു നോക്കിയിട്ട് പോലും ഇല്ലല്ലോ ഓല്. അത് ശരിയാവൂല മോളെ. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, ചെലപ്പം കിട്ടിയാലോ? വേണോ? ഒന്ന് ചോദിച്ചു നോക്കി നിങ്ങള്. വിളിച്ചു നോക്കാം. അടിക്കണുണ്ട്. ഹലോ ആരാണ്? കാക്ക, ഞാനാണ് പാത്തു. എന്താ ഇങ്ങനെ ഒരു ആങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് ഓർമ്മ ഉണ്ടോ? ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടേന്ന്. എനിക്ക് കുറച്ച് പൈസ വേണ്ടേന്ന്. എന്തിനാ എനിക്ക് പൈസ? അല്ലെങ്കിലും പൈസക്ക് എനിക്ക് നല്ല ആവശ്യമാണല്ലോ. കാക്ക, ഇവിടെ ഒരു സാധനവും ഇല്ല. വാടക കൊടുക്കാനിട്ട് ഓല് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞിക്കണു. പറഞ്ഞിക്കണെങ്കിലേ കൊടുത്താളാ. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് കുറച്ച് പൈസ തരുമോ? ഞാൻ എങ്ങനെയും തരണ്ട്. ഇജ്ജ് എവിടുന്ന് എടുത്തു തരാനാണ്? എന്റെ കയ്യില് പൈസ ഒന്നുമില്ല.